രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നാണ് നോയമ്പ് കാലം. പ്രാർത്ഥന, ഉപവാസം, മാനസാന്തരം, ദാനധർമ്മം എന്നിവിടെ 40 ദിവസത്തെ ഈസ്റ്റർ ഞായറാഴ്ചയിലേക്ക് നയിക്കുന്ന കാലമാണിത്. ആത്മീയമായി നമ്മൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അവരവരുടെ ജീവിതം ഒന്ന് പരിശോധിക്കുവാനും വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുവാനുമുള്ള ദിവസങ്ങളാണ് നോമ്പ് കാലം. പരിവർത്തനത്തിൻ്റെ ഒരു യാത്ര, അതാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും മരുഭൂമിയിലെ പ്രാർത്ഥനയും നടത്തിയതിൻ്റെ ബൈബിൾ കഥയിലാണ് നോമ്പ് വേരൂന്നിയിരിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ക്രിസ്തു സാത്താൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്തു നിന്നു. മത്തായി 4:1-11 വരെയുള്ള വാക്യത്തിൽ ഇത് കാണാം. വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന 40 വർഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ കാലഘട്ടം ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും പ്രതീകമാണ്. ചാമ്പൽ ബുധനാഴ്ച നോമ്പ് ആരംഭിക്കുന്നത് യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങൾ, മരണം, ഉയർപ്പ് എന്നിവയെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരത്തിലാണ് നോമ്പ് അവസാനിക്കുന്നത്. നോമ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മാനസാന്തരത്തിനും ക്ഷമയ്ക്കുമുള്ള കാലം. അവരവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനും അവരവരുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ കരുണ തേടാനും നോമ്പ് വിശ്വാസികളെ ക്ഷണിക്കുന്നു. പാപപൂർണമായ ശീലങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും നീതിയുള്ള ജീവിതം സ്വീകരിക്കുവാനുമുള്ള അവസരമാണിത്. കേവലം പശ്ചാത്താപം തോന്നുക മാത്രമല്ല, അതിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥ പരിവർത്തനത്തിനും ഉൾപ്പെടുന്നു. ഉപവാസവും സ്വയം അച്ചടക്കവും നോമ്പ് സമയത്തെ ഒരു പ്രധാന പരിശീലനമാണ്. മത്സ്യം, മാംസം ഒഴിവാക്കുന്നതിൽ മാത്രമായിരിക്കരുത് നമ്മുടെ നോമ്പ് ആചരണം. സോഷ്യൽ മീഡിയ, അനാരോഗ്യകരമായ ശീലങ്ങൾ അല്ലെങ്കിൽ ആനന്ദങ്ങൾ എന്നിവ പോലുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പല വിശ്വാസികളും സ്വയം അച്ചടക്കത്തിൻ്റെ രൂപമായി നോമ്പുകാലം തിരഞ്ഞെടുക്കുന്നു. നോമ്പുകാലത്ത് നാം കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആഴത്തിലാക്കുകയും ചെയ്യുക. വേദപുസ്തക വായന, ദേവാലയ ആരാധന എന്നിവയിൽ കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണ് നോമ്പ് കാലം. നോമ്പിൻ്റെ അടിസ്ഥാന വശം ദാനധർമ്മമാണ്. ഇത് അനുകമ്പയും ഔദാര്യത്തെയും കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ പ്രതിഫലിപ്പിക്കുന്നു. ദരിദ്രരെ സഹായിക്കുക, ചാരിറ്റികൾക്ക് സംഭാവന നൽകുക, ദയയുടെ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ വിശ്വാസം നിലനിർത്തുന്നതിനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിനുമുള്ള നല്ല മാർഗങ്ങളാണ്. ഉയർപ്പിൻ്റെ സന്തോഷത്തിനു വേണ്ടി നമുക്കിനി കാത്തിരിക്കാം. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ,
കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ. രക്ഷിതാവിനെ കാൺക പാപി, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി,